ആണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കും. ഞാൻ ഏതായാലും അങ്ങനെ ചർച്ച ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എല്ലാവരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഈ വയനാട്ടിലെ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ അബ്സ്കോണ്ടിംഗ് ആണെന്ന രീതിയിലുള്ള പ്രചാരണം ഒരു CPM നടത്തുന്നുണ്ട്. എങ്ങനെയാണ്? അല്ല, ഞാൻ IC ബാലകൃഷ്ണൻ എന്നോട് സംസാരിച്ചല്ലോ. അബ്സ്കോണ്ട് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പം നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും. പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇല്ലെന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ആ കുടുംബം കോൺഗ്രസിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ അവരുടെ നിലപാട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ KPCC ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, വന്ന ശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കും. ഈ PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം ഇങ്ങനെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം പാണക്കാടും ഒക്കെ തന്നെ അദ്ദേഹം വന്നിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ നന്ദി പറയുന്ന ഒരു സാഹചര്യം UDF-മായി സഹകരിച്ച് പോകാൻ ആഗ്രഹിക്കുന്നതെന്നാണ് PV അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണ് താങ്കളുടെ? PV അൻവറെ UDF-ലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ PV അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് വന നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളതിനോട് നമുക്ക് യോജിപ്പുണ്ട്. അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത രീതിയോട് നമ്മൾക്ക് എതിർപ്പുണ്ട്. മറ്റു കാര്യങ്ങൾ പാർട്ടിയും UDF-ഉം ആലോചിച്ച് തീരുമാനിക്കണം. അത് വരട്ടെ, ചർച്ച ആയിട്ടില്ല. കാണുകയായിരുന്നു. ആദ്യം അദ്ദേഹം സംസാരിച്ചത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ അനവസരത്തിലാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വയനാട്ടിലെ DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം സംസാരിച്ചിരുന്നു. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണം അത്തരത്തിൽ തന്നെ നടക്കട്ടെ എന്നും കുടുംബം ഇപ്പോഴും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത തീരുമാനത്തിലേക്ക് എത്തും. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നിലവിൽ കടന്നിട്ടില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.